നബിവാക്യം. നല്ല കൂട്ടുകാരൻ്റെയും ചീത്ത കൂട്ടുകാരൻ്റെയും ഉദാഹരണം കസ്തൂരി വിൽപ്പനക്കാരനെ പോലെയും കൊല്ലൻ്റെ ഉലയിൽ ഓതുന്നവനെ പോലെയുമാണ്. കസ്തൂരി വിൽപ്പനക്കാരൻ ഒന്നുകിൽ നിനക്ക് വെറുതെ തരും, അല്ലെങ്കിൽ അവനിൽ നിന്നത് വിലക്ക് വാങ്ങാം. അതുമല്ലെങ്കിൽ അവനിൽ നിന്ന് നല്ല സുഗന്ധവും ആസ്വദിക്കാം. എന്നാൽ ഉലയിൽ ഊതുന്നവൻ്റെ അടുത്തിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിൻ്റെ വസ്ത്രം കരിഞ്ഞു പോകും, അതല്ലെങ്കിൽ അവനിൽ നിന്ന് ദുർഗന്ധം അനുഭവപ്പെടുകയും ചെയ്യും. ഒരു നല്ല കൂട്ടുകാരനെ കസ്തൂരി വിൽക്കുന്നവനുമായാണ് നബി തിരുമേനി താരതമ്യം ചെയ്തിട്ടുള്ളത്. അവൻ്റെ കൂടെ കൂടിയാൽ സുഗന്ധമാണ് ലഭിക്കുന്നത്. എന്നാൽ ചീത്ത കൂട്ടുകാരനെ നബി താരതമ്യം ചെയ്തിട്ടുള്ളത് ഉലയിൽ ഊതുന്ന കൊല്ലനോടാണ്. അയാളുടെ അടുത്തിരുന്നാൽ പറന്നുയരുന്ന പുകയും വെണ്ണീറും സഹിക്കേണ്ടി വരും. ചിലപ്പോൾ തീപ്പൊരി വീണ് വസ്ത്രം കരിയും, ദുർഗന്ധവും അനുഭവപ്പെടും. കസ്തൂരി വിൽപ്പനക്കാരിൽ നിന്ന് വില കൊടുത്ത് വാങ്ങിയില്ലെങ്കിൽ പോലും സുഗന്ധം ആസ്വദിക്കാൻ കഴിയും. നന്മ പകർന്നു നൽകുകയും നല്ലത് മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാണ് നല്ല കൂട്ടുകാരൻ. അങ്ങനെയുള്ളവരെ തിരഞ്ഞെടുക്കുവാനും സ്നേഹിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ലഹരി, മദ്യപാനം, പുകവലി പോലുള്ള ദുശ്ശീലങ്ങൾ പലതും കൂട്ടുകെട്ടിലൂടെയാണ് വ്യാപിക്കുന്നത്. ആദ്യമൊന്നും അത്തരം ദുശ്ശീലങ്ങളില്ലാതിരുന്നവർ പിന്നീട് കൂട്ടുകാരെ അനുകരിച്ച് അതിൻ്റെ അടിമയായി മാറുന്ന സ്ഥിതി വിരളമല്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുമായി കൂട്ടുകൂടുന്നതിന് മുമ്പായി അവരെക്കുറിച്ച് നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട്. നബി പറഞ്ഞു, ഒരാൾ തൻ്റെ സ്നേഹിതൻ്റെ മതത്തിലായിരിക്കും, അഥവാ അവൻ്റെ സംസ്കാരത്തിലായിരിക്കും നിലകൊള്ളുന്നത്. അതിനാൽ നിങ്ങൾ ഓരോരുത്തരും താൻ കൂട്ടുകൂടുന്നവരെക്കുറിച്ച് നന്നായി ആലോചിക്കട്ടെ.